ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ജാവ അപ്ലെറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജാവ അപ്ലെറ്റ്സ് എന്ന് പറയുന്നത് വെബ് ബ്രൗസറിനകത്ത് റൺ ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാം ആണ്. നേരത്തെ വെബ് ആപ്ലിക്കേഷൻസിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫീച്ചർ ആയിരുന്നു ജാവ അപ്ലെറ്റ് എന്ന് പറയുന്നത്. എല്ലാ അപ്ലെറ്റും ജാവ ഡോട്ട് അപ്ലെറ്റ് ഡോട്ട് അപ്ലെറ്റ് ഈ ക്ലാസിന്റെ ചൈൽഡോ സബ് ക്ലാസ്സോ ആയിരിക്കും. പക്ഷെ ഈ ജാവ ഡോട്ട് അപ്ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാക്കേജ് ജാവ 9 ഓൺവേർഡ്സ് ഡെപ്രിക്കേറ്റഡ് ആണ്. ജാവ 9 അതിനുശേഷമുള്ള വേർഷൻസിലെല്ലാം ഡെപ്രിക്കേറ്റഡ് ആണ്. സോ അപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പം വെബിൽ അധികം യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ജാവ അപ്ലെറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാംസ് അല്ല. മീനിങ് റെഗുലർ ജാവ പ്രോഗ്രാംസ് പോലെ അത് എന്ത് ചെയ്യില്ല, റൺ ചെയ്യില്ല, ഓൺ ദെയർ ഓൺ റൺ ചെയ്യില്ല. ദേ നീഡ് എ വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഒരു അപ്ലെറ്റ് വ്യൂവർ. ദിസ് അപ്ലെറ്റ് വ്യൂവർ കംസ് വിത്ത് ജാവ ട്ടോ. അതുപോലെ തന്നെ അപ്ലെറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജാവ അപ്ലെറ്റ്സ് ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് മെയിൻ മെത്തേഡ്. നമുക്കറിയാം യൂഷ്വലി ജാവ പ്രോഗ്രാംസ് എല്ലാം ഒരു മെയിൻ മെത്തേഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അപ്ലെറ്റ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി വഴിയെ പറയുമേ. അതുപോലെ തന്നെ സിസ് ഔട്ട് യൂസ് ചെയ്തിട്ടല്ല നമ്മൾ അപ്ലെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻസ്റ്റെഡ് വി യൂസ് ഗ്രാഫിക്സ് മെത്തേഡ്സ് ലൈക്ക് ഡ്രോ സ്ട്രിങ് പോലെയുള്ള കുറച്ച് ഗ്രാഫിക്സ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഈ ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് ദിസ് ഇസ് ഫ്രം AWT, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറയുന്ന API ഉണ്ട്. അതിലെ ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഡ്രോ സ്ട്രിങ്. ഓക്കെ, ജാവ അപ്ലെറ്റ് ക്ലാസിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. അതായത് ജാവ ഡോട്ട് അപ്ലെറ്റ് എന്ന് പറയുന്ന പാക്കേജിലെ അപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ജാവയ്ക്കകത്ത്. ഓക്കെ, ജാവയ്ക്കകത്ത് 2 ടൈപ്പ് അപ്ലെറ്റ്സ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. ജാവ അപ്ലെറ്റ്സ് ബേസ്ഡ് ഓൺ AWT പാക്കേജസിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യുക ബൈ എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് അപ്ലെറ്റ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ജാവ അപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജാവ അപ്ലെറ്റ് ബേസ്ഡ് ഓൺ ദ സ്വിംഗ് പാക്കേജ്. ഒരു സ്വിംഗ് പാക്കേജ് ഉണ്ട്. ബൈ എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് JApplet ക്ലാസ്. ഈ സ്വിങ്ങിനകത്ത് വരുന്ന ക്ലാസ് ആണ് JApplet ക്ലാസ് കേട്ടോ. അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ജാവ അപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള അപ്ലെറ്റ്സ് ആണ് ജാവയ്ക്കകത്ത് ഉള്ളത്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് അപ്ലെറ്റ്സ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് ജാവ അപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ HTML ഫയൽ യൂസ് ചെയ്തിട്ട് ഈ അപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബൈ യൂസിങ് അപ്ലെറ്റ് വ്യൂവർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അതിലേക്ക് നമ്മൾ ബ്രൗസറിൽ ഡൈനാമിക് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി അപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ക്ലയന്റ് സൈഡിലാണ് അപ്ലെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ റെസ്പോൺസ് ടൈം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾ നോക്കാം. ആക്ച്വലി 5 സ്റ്റേജ് ആണ് അപ്ലെറ്റ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. ഇനീഷ്യലൈസ് ചെയ്യുക, അപ്ലെറ്റ് ഇനീഷ്യലൈസ് ചെയ്യുക, അപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ പെയിന്റിംഗ് ദ അപ്ലെറ്റ്, സ്റ്റോപ്പിംഗ് ദ അപ്ലെറ്റ് ആൻഡ് ഫൈനലി ഡിസ്ട്രോയ് ദ അപ്ലെറ്റ്. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. ഇനീഷ്യലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇനിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പബ്ലിക് വോയിഡ് ഇനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്സ് ഓഫ് അപ്ലെറ്റ്സ് ഉണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ദ AWT പാക്കേജസും ഒന്ന് ബേസ്ഡ് ഓൺ ദ സ്വിംഗ് പാക്കേജസും. AWT പാക്കേജിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലെ അപ്ലെറ്റ് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇൻ കേസ് സ്വിംഗ് പാക്കേജ് ബേസ് ചെയ്തിട്ടുള്ള അപ്ലെറ്റ്സ് ആണെങ്കിൽ JApplet ക്ലാസ് ആയിരിക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു കോഡിനകത്ത് നിങ്ങൾ നോക്കൂ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നതിനനുസരിച്ച് ഓരോ മെത്തേഡ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡിനെ കുറിച്ചും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അപ്ലെറ്റ് ക്ലാസിന്റെ പേര് അപ്ലെറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ദിസ് എക്സ്റ്റെൻസ് അപ്ലെറ്റ്. ഇത് അപ്പോൾ AWT പാക്കേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ കേസ് ഇഫ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ സ്വിംഗ് പാക്കേജ് JApplet ക്ലാസ് ആയിരുന്നിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ ഇത് AWT പാക്കേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എക്സ്റ്റെൻസ് അപ്ലെറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇതിലെ ഫസ്റ്റ് മെത്തേഡ് ഇനീഷ്യലൈസേഷൻ, യൂഷ്വലി ജാവ പ്രോഗ്രാംസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ മെത്തേഡ് എന്നായിരിക്കും, നോർമൽ ജാവ പ്രോഗ്രാംസ്. അൺലൈക്ക് അവർ നോർമൽ ജാവ പ്രോഗ്രാം, എല്ലാ അപ്ലെറ്റ്സും അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിറ്റ് മെത്തേഡിൽ നിന്നായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഇനിറ്റ് മെത്തേഡ് ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ്. ഇനി ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്. അതിന്റെ സിന്റാക്സ് നോക്കിക്കോളൂ, പബ്ലിക് വോയിഡ് സ്റ്റാർട്ട്. ഇവിടെയാണ് നമ്മൾ അപ്ലെറ്റ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിറ്റ് മെത്തേഡിന് ശേഷമാണ് സ്റ്റാർട്ട് മെത്തേഡിലോട്ട് എത്തുക. ഈ സ്റ്റാർട്ട് മെത്തേഡ് ഇനിറ്റ് മെത്തേഡിന് ശേഷം ഇൻവോക്ക് ആവും. നമ്മൾ ബ്രൗസർ മാക്സിമൈസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റാർട്ട് മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നത് ശരിക്ക്. ഓക്കെ, ബ്രൗസർ മാക്സിമൈസ് ചെയ്യുമ്പോൾ അത് ഓർത്ത് വെക്കണേ. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിന്റ് ആണ്. പെയിന്റ് മെത്തേഡ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് നോക്കിക്കോളൂ, പബ്ലിക് വോയിഡ് പെയിന്റ്. നമുക്കൊരു പാരാമീറ്റർ അതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്സ് G എന്ന് പറഞ്ഞ്. ഗ്രാഫിക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം അവിടെ കൊടുക്കാം എനിക്ക്. ഈ അപ്ലെറ്റിനകത്ത് കണ്ടന്റ്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെയിന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ ക്രിയേറ്റ് objects or components to the applet, or we can directly write a message on the applet. ഈ പെയിന്റ് മെത്തേഡ് ഒരു ഗ്രാഫിക്സ് ക്ലാസ്സിനെ ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ആ ഗ്രാഫിക്സ് ക്ലാസ്സിലെ ഏതെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇതിനകത്ത് കോഡ് എഴുതുന്നുണ്ടായിരിക്കും. അതായത് അപ്ലെറ്റിനകത്ത് എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള മെത്തേഡ് ഗ്രാഫിക്സ് ക്ലാസ്സിനകത്തുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ്. നമ്മൾ അപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സിന്റാക്സ് നോക്കിക്കോളൂ, പബ്ലിക് വോയിഡ് സ്റ്റോപ്പ്. സ്റ്റോപ്സ് ദി അപ്ലെറ്റ് കോഡ്. അപ്ലെറ്റ് കോഡ് സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്രൗസർ നമ്മൾ മിനിമൈസ് ചെയ്യുമല്ലോ, വെൻ ബ്രൗസർ മിനിമൈസ്ഡ്, അന്നേരമാണ് ഈ സ്റ്റോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഡിസ്ട്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് വരുന്നത്. ഇതിനകത്ത് ദിസ് ഇസ് യൂസ് ടു കംപ്ലീറ്റ്ലി ക്ലോസ് ദ അപ്ലെറ്റ്, അതായത് ഡിസ്ട്രോയ്സ് ദ അപ്ലെറ്റ് കോഡ്. അതാണ് ഡിസ്ട്രോയ് മെത്തേഡിൽ ചെയ്യുന്നത്. സിന്റാക്സ് പബ്ലിക് വോയിഡ് ഡിസ്ട്രോയ്. അപ്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. ആ ഒരു അപ്ലെറ്റിന്റെ ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബ്രൗസറിനകത്തൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് കണ്ടന്റ് നമുക്ക് കാണണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു അപ്ലെറ്റ് ഇത്രയും സ്റ്റേജ് കൂടെ എല്ലാം കടന്നു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ലൈഫ് സൈക്കിൾ ഓഫ് എൻ അപ്ലെറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ മെത്തേഡ്സ് ആണ് അപ്ലെറ്റ് ലൈഫ് സൈക്കിളിൽ വരുന്നത് എന്നുള്ളത്. ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്, സ്റ്റോപ്പ് ആൻഡ് ഡിസ്ട്രോയ്. ഈ മെത്തേഡ്സ് എല്ലാം തന്നെ ഓൾ ദീസ് ആർ അവൈലബിൾ ഇൻ AWT പാക്കേജ്. AWT പാക്കേജ് എന്ന് പറയുമ്പോൾ java.awt.applet.star ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നല്ലോ, പെയിന്റിനകത്ത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ പാരാമീറ്റർ ആയി പാസ് ചെയ്യുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് java.awt.component എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ് കേട്ടോ. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകൂടെ കണ്ടന്റ്സ് ഞാൻ പറയാണ്. ഈ ഇനിറ്റ് മെത്തേഡ് ആയിരിക്കും ഫസ്റ്റ് കോൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ട വേരിയബിൾസ് എല്ലാം നമുക്ക് ഈ ഇനിറ്റ് മെത്തേഡിനകത്ത് എന്ത് ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം. അപ്ലെറ്റിന്റെ റൺ ടൈമിൽ ഒരിക്കൽ മാത്രമേ, ഓൺലി വൺസ് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഇനിറ്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യുള്ളൂ. ഇനീഷ്യലൈസേഷന്റെ സമയത്തായിരിക്കും ഇത് ഇൻവോക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക.
പിന്നെ ഇനിറ്റ് മെത്തേഡിന് ശേഷം ഇൻവോക്ക് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാർട്ട് മെത്തേഡ്. അപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് അപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലും, അതായത് അപ്ലെറ്റ് റെസ്യൂമേ ചെയ്യുമല്ലോ, നമ്മൾ റെസ്യൂം ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാർട്ട് മെത്തേഡ് ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലെറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ തവണ മാത്രമേ ഇൻവോക്ക് ചെയ്യപ്പെടുള്ളൂ. പക്ഷെ ഇൻ കേസ് ഓഫ് സ്റ്റാർട്ട് നമ്മൾ ഓരോ തവണ അപ്ലെറ്റിന്റെ HTML ഡോക്യുമെന്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും ഇൻവോക്ക് ചെയ്യപ്പെടും. ഓക്കെ, നൗ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പെയിന്റ് ആണ്. പെയിന്റ് മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ഷെയ്ഡ്സോ കാര്യങ്ങളോ ഒക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ അപ്ലെറ്റിനകത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിന്റ് മെത്തേഡ് യൂസ് ചെയ്യും. ഈ പെയിന്റ് മെത്തേഡിനകത്ത് ഗ്രാഫിക്സ് ക്ലാസ് ടൈപ്പ് വരുന്ന ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ കോഡിനകത്ത് കണ്ടു, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട്. This graphics class enables the painting features in the applet. അപ്ലെറ്റിലെ പെയിന്റിംഗ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ പാരാമീറ്റർ ദിസ് വിൽ കണ്ടെയ്ൻ ദ ഗ്രാഫിക്സ് കോണ്ടെക്സ്റ്റ്. അതായത് അത് എപ്പോഴാണ് യൂസ് ചെയ്യുക, അപ്ലെറ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അന്നേരമായിരിക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, എനി ഷേപ്സ് കോഡ്. എനി ഷേപ്സ് കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ സ്ക്വയർ വരയ്ക്കാം, റെക്ടാങ്കിൾ വേണമെങ്കിൽ അത് വരയ്ക്കാം, ട്രപ്പീസിയംസ് വരയ്ക്കണമെങ്കിൽ അത് വരയ്ക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അപ്ലെറ്റിനകത്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒറ്റ മെത്തേഡ് ഈ മെത്തേഡ്സിലെല്ലാം ഉള്ളൂ, അതാണ് പെയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ബ്രൗസർ ഓരോ ടൈം സ്റ്റോപ്പ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു അബ്രപ്റ്റ് ഫെയിലിയർ ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും, ഈ ഒരു സ്റ്റോപ്പ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യപ്പെടും. സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കോഡ് ക്ലീൻ അപ്പ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും ഈ ഒരു സ്റ്റോപ്പ് മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് മെത്തേഡ് ആണ്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്ലെറ്റ് കോഡ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതും ഓൺലി വൺസ് മാത്രമേ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ ഡിസ്ട്രോയ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വൺസ് അപ്ലെറ്റ് ഈസ് ഡിസ്ട്രോയിഡ് വി ക്യാൻ നോട്ട് സ്റ്റാർട്ട് ദി അപ്ലെറ്റ്. ഈ സ്റ്റാർട്ട് മെത്തേഡ് ഈ ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് അപ്ലെറ്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിസ്ട്രോയ് മെത്തേഡ് നമ്മൾ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അപ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടും മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്ട്രോയ് മെത്തേഡിന് മുൻപ് എല്ലായ്പ്പോഴും സ്റ്റോപ്പ് മെത്തേഡ് ഇൻവോക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ആ പോയിന്റ് ഓർത്ത് വെക്കണേ. ജാവ അപ്ലെറ്റ്സിലെ കുറച്ച് കീ പാക്കേജസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും എന്താണ് പർപ്പസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് java.applet.applet. അപ്ലെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ബേസ് ക്ലാസ് ആണ് ഇത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് java.awt.graphics. ഇത് നമ്മൾ കണ്ടു, ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരാമീറ്റർ ആയിട്ട് പെയിന്റ് മെത്തേഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അപ്ലെറ്റ് സ്ക്രീനിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് java.awt. അപ്ലെറ്റ്സിലേക്ക് വേണ്ട GUI കോമ്പണൻസും അതുപോലെ തന്നെ ഈവന്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസംസും പ്രൊവൈഡ് ചെയ്യുന്നത് java.awt എന്ന് പറയുന്ന പാക്കേജ് ആണ്. നമുക്കൊരു ജാവ അപ്ലെറ്റ് കോഡിന് സാമ്പിൾ നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ എക്സാമ്പിളിനകത്ത് ചെയ്തിട്ടുള്ളത് ആവശ്യമുള്ള പാക്കേജസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. java.awt.star ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. java.awt.applet.star AWT ബേസ്ഡ് അപ്ലെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ applet.star ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അപ്ലെറ്റ് ക്ലാസ് ആയിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എൻ്റെ ക്ലാസിന്റെ പേരെന്ന് പറയുന്നത് അപ്ലെറ്റ് ഡെമോ എന്ന പേരിലാണ് ക്ലാസ് കേട്ടോ. പബ്ലിക് ക്ലാസ് അപ്ലെറ്റ് ഡെമോ ആൻഡ് ദിസ് എക്സ്റ്റെൻസ് അപ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് വിൽ ബി പാർട്ട് ഓഫ് java.awt.applet.star. ഈ ഒരു പാക്കേജിന്റെ കണ്ടന്റ് ആണ് കേട്ടോ ഈ അപ്ലെറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നൗ
എൻ്റെ ഇനിറ്റ് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ഇനിറ്റ് മെത്തേഡിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് കളർ ഡോട്ട് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. ഫോർഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്ലൈറ്റിന്റെ കളർ ഡോട്ട് യെല്ലോ ആയിട്ടാണ് ഫോർഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിറ്റ് കഴിഞ്ഞിട്ട് ദെൻ ഞാനൊരു പെയിന്റ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് ഗ്രാഫിക്സ് പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഡോട്ട് ഡ്രോ സ്ട്രിങ് ഓഫ് എന്ത് പറഞ്ഞിട്ടുണ്ട്, വെൽക്കം 100,100. ഈ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ് ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഡ്രോ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ആ സ്ട്രിങ് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക. ദെൻ ഇൻഡെക്സ് ഇൻറ്റു y, അതായത് നമ്മൾ കാണുന്ന സ്ക്രീനിലെ ഏത് പൊസിഷനിലാണ് നമുക്ക് ഈ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ജാവേന്റെ ഒരു വിൻഡോ നമ്മൾ കാണുകയാണെങ്കിൽ അതിന്റെ അപ്പർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് x ആക്സിസ് 0, y ആക്സിസ് 0, ഈ ഒരു കോർഡിനേറ്റ് ആയിരിക്കും. സോ ഇതിൽ 100/100th ലൊക്കേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതാണ് ഞാൻ പെയിന്റിനകത്ത് കോഡ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണിത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇനി ഇതെങ്ങനെയാ നമ്മൾ റൺ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് രണ്ട് തരത്തിൽ റൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് പിന്നെ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഈ ജാവ പ്രോഗ്രാം കൂടാതെ നമുക്കൊരു HTML ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ഞാൻ applet demo.java എന്നുള്ള പേരിൽ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് applet.html എന്ന പേരിൽ ഇവിടെ കാണുന്ന കോഡ് ഉണ്ടല്ലോ, ഒരു HTML-നകത്ത് applet എന്ന് പറയുന്ന ടാഗിനകത്ത് എന്ത് ചെയ്യാണ്, കോഡ് ഈക്വൽ ടു applet demo, എന്റെ ക്ലാസിന്റെ നെയിം ആണ് കേട്ടോ അത്. ദെൻ width is equal to 400, height is equal to 500. ആ ഒരു വിഡ്ത്തിലും ഹൈറ്റിലും ഒരു വിൻഡോ വരുന്ന രീതിയിൽ എനിക്കൊരു അപ്ലെറ്റ് കാണണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. applet.html എന്ന പേരിൽ ഞാൻ അത് സേവും ചെയ്തിട്ടുണ്ട്. ഇനി കമാൻഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ applet demo.java എന്ത് ചെയ്തു, ജാവാസി യൂസ് ചെയ്തിട്ട് ഞാൻ കമ്പൈൽ ചെയ്തതിന് ശേഷം applet.html എന്ന പേരിൽ ഞാൻ സേവ് ചെയ്തിട്ടുള്ള എൻ്റെ HTML ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതിയാവും. പക്ഷെ Java 9 ഓൺവേർഡ്സ് നമുക്കറിയാം ഈ applet എന്ന് പറയുന്ന java.applet എന്ന് പറയുന്ന പാക്കേജ് ഡെപ്രിക്കേറ്റഡ് ആണ്. സോ യൂഷ്വലി ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ ഒന്നും ഇപ്പൊ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് applet.html ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കത് കാണിച്ചു തരണം എന്നില്ല, അതൊന്നും കോമ്പാറ്റബിൾ അല്ല ഇപ്പോ. സോ ഇൻ സച്ച് കേസസ് നമുക്ക് applet വ്യൂവർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ കോഡ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ applet demo എന്ന് പറയുന്ന ജാവ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യും, ജാവ ക്ലാസ്സിനകത്തല്ല ജാവ പ്രോഗ്രാമിനകത്ത് applet demo എന്ന് പറയുന്ന ജാവ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അപ്ലെറ്റിന്റെ കോഡ് ഒരു കമന്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യും. applet വ്യൂവർ വഴി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത്. നമുക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലെറ്റ് കാണാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, /*നകത്ത് applet code is equal to applet demo, width is equal to എത്രയാച്ചോ അത് പറയാം, height is equal to എത്രയാച്ചോ പറയാം, applet ക്ലോസിംഗ് ടാഗ് വെച്ചിട്ട് അങ്ങ് ആ ടാഗ് ക്ലോസ് ചെയ്യാം. ഇത് കമന്റ്സിനകത്ത് കൊടുക്കുക. വേറെ വ്യത്യാസം ഒന്നും കോഡിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. ദെൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്തിരിക്കുകയാണ് ജാവാസി applet demo.java. ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് applet വ്യൂവർ എന്ന് പറയുന്ന കീവേഡ് കമാൻഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, applet demo.java പറയുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് applet ആർക്കിടെക്ചർ നോക്കാം. ഈ applet ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ റൺ ടൈം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ applet, web browser, web server, database. In case if any database is used, database യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ജാവയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സോ ഇതിനകത്ത് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു JDBC ഡ്രൈവറും കാണുമായിരിക്കും. ഇതൊക്കെ തമ്മിലുള്ള റൺ ടൈം ഇന്ററാക്ഷൻ ആണ് applet ആർക്കിടെക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റൺ ടൈമിൽ എന്താ സംഭവിക്കുക വെച്ചാല് ബ്രൗസർ
നമ്മുടെ ബ്രൗസർ സെർവറിൽ നിന്നും വെബ് സെർവറിൽ നിന്ന് അപ്ലെറ്റ് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, ബ്രൗസറിന്റെ JVM എന്ത് ചോദിച്ചാല് അപ്ലെറ്റ് ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അപ്ലെറ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? HTML പേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് പരം ടാഗ്സ് വെച്ചിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതുപോലെ തന്നെ JDBC ഡ്രൈവർ വഴി ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനും അപ്ലെറ്റിന് സാധിക്കും. ഇതാണ് ബേസിക്കലി റൺ ടൈം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓൾ ദീസ് കോമ്പണൻസ്. ഓക്കെ, ഇത്രേ നടക്കുന്നുള്ളൂ. ശരിക്കും ഫണ്ടമെന്റലി ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അപ്ലെറ്റ് ഡിസ്പ്ലേ മെത്തേഡ്സ് നോക്കാം. java.awt.graphics എന്ന് പറയുന്ന പിന്നെ പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്ലെറ്റ് നമുക്ക് വിഷ്വൽ ഔട്ട്പുട്ട് കാണിക്കുന്നത്. ഇത് നമ്മള് ഈ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെയിന്റിനകത്ത് ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. ഇതിനകത്ത് വരുന്ന കുറച്ച് ഡിസ്പ്ലേ മെത്തേഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രോ സ്ട്രിങ്. അത് ഓൾറെഡി നമ്മൾ ഒരു എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തു. ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ദർ ഈസ് ഡ്രോ ലൈൻ. ഡ്രോ ലൈനിനകത്ത് എന്ന് പറഞ്ഞിട്ടുവെച്ചാൽ ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 പോയിന്റ്സ് കാണുമായിരിക്കും. ആ 2 പോയിന്റ്സിലെയും എക്സ് ആക്സിസ് വൈ ആക്സിസ് വാല്യൂസ് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടതായിട്ട്, പാസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇൻഡു x1 y1 ഇൻഡു x2 y2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് യൂസ് ടു ഡ്രോ എ ലൈൻ. ദെൻ ദർ ഈസ് ഡ്രോ റെക്ടാങ്കിൾ. റെക്ടാങ്കിള് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ ദർ ഈസ് സെറ്റ് കളർ. സെറ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ദെൻ ഫിൽ റെക്ടാങ്കിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ദെൻ സെറ്റ് ഫോണ്ട്, അതായത് ഫോൺ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഇതിന്റെയൊക്കെ പേര് ജസ്റ്റ് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പർപ്പസും. ഓക്കെ, റീപെയിന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പെയിന്റ് നമ്മൾ കണ്ടായിരുന്നു. സിമിലർലി റീപെയിന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് അപ്ലെറ്റിലെ കണ്ടന്റ് നമുക്ക് റീഡ്രോ ചെയ്യണമെങ്കിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുക വെച്ചാൽ, സപ്പോസ് നമുക്ക് നമ്മുടെ യൂസർ ഇന്റർഫേസ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയിലോ അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റിലോ ഉള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുവാണ്, അന്നേരം നമുക്ക് സ്ക്രീൻ റീഫ്രഷ് ചെയ്യണം. അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ റീപെയിന്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യുന്നത്. ഈ റീപെയിന്റ് മെത്തേഡ് നമ്മൾ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് ഇൻവോക്സ് ആൻ അപ്ഡേറ്റ് മെത്തേഡ്. ദിസ് ഇൻവോക്സ് എന്ന് പറയുമ്പോൾ JVM ആണ് അത് ചെയ്യുന്നത് കേട്ടോ. ഒരു അപ്ഡേറ്റ് മെത്തേഡിലോട്ട് ഒരു നോൺ ബ്ലോക്കിംഗ് റിക്വസ്റ്റ് JVM എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. ആൻഡ് ദിസ് വിൽ ഗ്രാജുവലി ലീഡ് ടു ദ കോൾ ടു പെയിൻ മെത്തേഡ്. ഓക്കെ, പെയിൻ മെത്തേഡിലോട്ട് കോള് പോകും. ഇമ്മീഡിയറ്റ്ലി പെയിന്റ് കോൾ ചെയ്യില്ല. ഇമ്മീഡിയറ്റ്ലി പെയിന്റിലോട്ടുള്ള ഒരു കോള് ഷെഡ്യൂൾ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. യൂഷ്വലി നമ്മളിത് അനിമേഷൻസും യൂസർ ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ ഡൈനാമിക് ഗ്രാഫിക്സ് ഒക്കെ വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഈ ഒരു കോഡിനകത്ത് നമ്മൾ എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. റീപെയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. റീപെയിന്റ് എന്നുള്ള ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അപ്ഡേറ്റ് ഓഫ് ഗ്രാഫിക്സ് G എന്ന് പറയുന്ന മെത്തേഡിലോട്ട് ഓട്ടോമാറ്റിക്കലി കോള് പോവും. വിച്ച് ക്ലിയേഴ്സ് ദ സ്ക്രീൻ. ഇത് സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യും? പെയിന്റ് മെത്തേഡ് ഉണ്ടല്ലോ നമ്മുടെ, പെയിന്റ് ഗ്രാഫിക്സ് G, അതിനകത്തോട്ടേക്ക് പിന്നെ കോള് പോവും. ഓക്കെ, വേറെ കസ്റ്റം അപ്ഡേറ്റ് ലോജിക് ഒന്നും ഇല്ലെങ്കിൽ പെയിന്റ് ഡയറക്ട്ലി ഇൻവോക്ക് ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ കോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇനിറ്റ് മെത്തേഡിനകത്ത് നേരത്തെ കോഡ് തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനിറ്റ് മെത്തേഡിനകത്ത് നമ്മളൊരു പുതിയൊരു മൂവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ആവും. അപ്പോൾ ഇത് ഇൻവോക്ക് ആവുമ്പോൾ ഇതിൽ ആക്ച്വലി ചെയ്യുന്നത് എക്സ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സിന്റെ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു x+20 എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. റീപെയിന്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ഈ റീപെയിന്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയ എക്സ് വെച്ചിട്ട് എന്ത് ചെയ്യും?
പുതിയ എക്സ് വാല്യൂ വെച്ചിട്ട് ഡ്രോ സ്ട്രിങ് ഇൻവോക്ക് ചെയ്യപ്പെടും, ഈ പെയിന്റ് മെത്തേഡ് ഇൻവോക്ക് ചെയ്യപ്പെടുമ്പോൾ. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ റീപെയിന്റിന്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അപ്ലെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.